അക്കീം കുട്ടായി ആദരവ് ക്ഷണിക്കുന്നു. രണ്ടു വർഷം മുമ്പ് നമ്മോട് ഇവിടെ പറഞ്ഞു പോയ, ഇന്നും നമ്മുടെ മനസ്സിൽ തങ്കം പോലെ തിളങ്ങി നിൽക്കുന്ന ബഹുമാന്യനായ അബ്ദുള്ളക്കുട്ടി ഹാജിയുടെ അനുസ്മരണ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഒരുപാട് പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും നമ്മൾ കേട്ട് കഴിഞ്ഞു. കഴിഞ്ഞ മാസം കാലിയാരുടെ മകൻ ഫൈസലും അബ്ദുക്കയും സലീമും ഒക്കെ ഇന്ന് ഈ പരിപാടിക്ക് വരണം എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും എത്താമെന്ന് പറയുകയും അല്പം വൈകിയാണെങ്കിൽ എത്താൻ സാധിക്കുകയും ചെയ്തു. 40 കൊല്ലത്തിലേറെ ബന്ധമായിരുന്നു ഞാനും കാലിയാരും തമ്മിലുണ്ടായിരുന്നത്. എൻ്റെ ഉപ്പയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. ഉപ്പ എയ്ത്തമ്മാൻ്റെ സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിലെ GMLP സ്കൂളിലെ ഹെഡ് മാസ്റ്ററും, അബ്ദുള്ളക്കുട്ടി ഹാജി അവിടുത്തെ അറബിക് അധ്യാപകനുമായിരുന്നു. അത് കാലം കിട്ട് അവർ തമ്മിൽ വളരെ അടുപ്പമായിരുന്നു. ഞാൻ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ, എനിക്ക് 3-4 വയസ്സുള്ളപ്പോൾ തന്നെ കാലിയാർ വീട്ടിൽ വരുമായിരുന്നു. ദീർഘമായി രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുമായിരുന്നു. മതപരമായ പല കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. അന്ന് തൊട്ടുള്ള ബന്ധമാണ്. മാത്രമല്ല, അന്ന് പഠിക്കുന്ന കാലത്ത് എനിക്ക് അല്പം പൊരുത്തക്കേട് കൂടുതലായിരുന്നു. എൻ്റെ കൂടെ പഠിച്ചവർക്കൊക്കെ അറിയാം. എനിക്ക് ബാപ്പ സ്കൂൾ ഹെഡ് മാസ്റ്റർ ആണെന്നുള്ള അഹങ്കാരം ഉള്ളപ്പോൾ ആ അഹങ്കാരം ഞാൻ പ്രവൃത്തി കാണിക്കുമ്പോൾ ബാപ്പ വടിയും കൊണ്ട് വരുമ്പോൾ പലപ്പോഴും അടിയിൽ നിന്ന് എന്നെ രക്ഷിച്ചിട്ടുള്ളത് കാലിയാരായിരുന്നു. അങ്ങനെ ആ ബന്ധം വളർന്നു ഒരുപാട് അടുത്ത ബന്ധമായി മാറി. മരണം വരെ മോനെ എന്നല്ലാതെ എന്റെ പേര് അദ്ദേഹം ഉച്ചരിച്ചിട്ടില്ല. ഇവിടെ മറ്റന്നാൾ ഈ കോളേജ്, അറബിക് കോളേജ് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. 2 സ്വപ്നങ്ങളായിരുന്നു കാലിയാർക്കുണ്ടായിരുന്നു. ഒന്ന് ഈ പള്ളിയും ഒന്ന് ഈ കോളേജ്. പള്ളി അൽഹംദുലില്ലാ അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പ് തന്നെ നല്ല രീതിയിലായിട്ട് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. ഇത് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. ഇത് ഈ കോളേജിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരികയാണ്. ഈ കോളേജും പള്ളിയുമായി ബന്ധപ്പെട്ട സുപ്രധാന കാര്യത്തിന് വേണ്ടി ഒരിക്കൽ ഡൽഹിയിൽ പോകണം എന്ന് കാലിയാർ തീരുമാനിച്ചു. പോകേണ്ടത് അത്യാവശ്യമായി. ഡൽഹിയിൽ ഇന്ത്യ ഗവൺമെന്റിൽ നിന്ന് ചില കടലാസുകൾ ശരിയാക്കി കിട്ടാനുണ്ട്. അപ്പൊ അതിനുവേണ്ടി പോകണം. അങ്ങനെ പോകാൻ, ഡൽഹിയിലേക്ക് പോകാൻ അദ്ദേഹം കൂടെ തെരഞ്ഞെടുത്തത് 2 പേരെയായിരുന്നു. കാലിയാർ ഉൾപ്പെടെ 3 പേരാണ് പോയത്. അതിൽ 2 പേര് ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഞാൻ മാത്രം ബാക്കിയുണ്ട്. കാലിയാർ, മൊയ്തീൻകുട്ടി മാസ്റ്ററും ഞാനും കൂടിയാണ് ഡൽഹിയിൽ പോയത്. പോകുന്ന സമയത്ത് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അന്ന് ആ സാഹചര്യം, അന്നത്തെ സാഹചര്യം ഇരിക്കുന്നവർക്കൊക്കെ അറിയാം. എതിരാളികളെ പോലും ഒരിക്കലും നോവിക്കാത്ത വിധമായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. അവർക്ക് വേണ്ടി സ്നേഹത്തോടു കൂടിയായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. പലപ്പോഴും അവരങ്ങനെ ചെയ്തില്ലേ, ഇവരിങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ആ ചിരിയോടുകൂടി, ആ ചിരി നമുക്ക് എപ്പോഴും മനസ്സിലുള്ള ഒരു ചിരിയാണ്. ആ ചിരിയോടുകൂടി അദ്ദേഹം പറയും, അതൊക്കെ പോട്ടെ, കുറച്ചോ നമ്മളെ സഹായിക്കും, ആ കാര്യങ്ങൾ നമുക്ക് നടക്കും എന്ന് പറയാം. അത്രയും ക്ഷമയും അതുപോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഒരു കഴിവും അദ്ദേഹത്തിന് പടച്ചോൻ കൊടുത്തു. പക്ഷെ സംഭവം അതല്ല. ഞങ്ങൾ ഡൽഹിയിൽ പോയി കാണേണ്ടവരൊക്കെ കണ്ടു, കൊടുക്കേണ്ട കടലാസുകളൊക്കെ കൊടുത്തു. കടലാസുകൾ ഏകദേശമൊക്കെ ശരിയാക്കി തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വലിയൊരു സംഭവം ഉണ്ടായി. ഞങ്ങൾ ഗോളിയോ റെയിൽവേ സ്റ്റേഷൻ വിട്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന മൊയ്തീൻകുട്ടി മാസ്റ്ററെ കാണാതായതോടുകൂടി
ഹാജിയാരുടെയും എന്റെയും ചങ്കിടിപ്പ് വർദ്ധിച്ചു, വല്ലാതെ പ്രയാസത്തിലായി. അന്ന് ഇതുവഴി ട്രെയിനില്ല, നമ്മുടെ തിരൂര് വഴി ഡൽഹിയിൽ നിന്ന് ട്രെയിനില്ല. അന്ന് വരേണ്ടത് കേരള എക്സ്പ്രസിന് വന്നിട്ട് ഷൊർണൂർ ഇറങ്ങിയിട്ട് അവിടുന്ന് ലിങ്ക് എക്സ്പ്രസിന് കയറിയിട്ട് വേണം നമ്മള് തിരൂര് വന്ന് ഇറങ്ങാൻ. അങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് വരേണ്ട ഒരു സമയമാണ്. ഞങ്ങള് ട്രെയിൻ സൂപ്രണ്ടിനെ പോയി കണ്ടു. ട്രെയിൻ സൂപ്രണ്ടിന് പരാതി എഴുതി കൊടുത്തു. കഴിയുന്നത്ര കമ്പാർട്ട്മെന്റുകളിലൊക്കെ ഞങ്ങൾ നടന്നു. മൊയ്തീൻകുട്ടി മാസ്റ്റർ മാത്രം കാണാനില്ല. 2 ദിവസം ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് യാത്രയാണ്. ഈ 2 ദിവസവും കാദിയാർ ഉറങ്ങിയില്ല എന്നുള്ളതാണ് സത്യം. കാദിയാർ അന്ന് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നമ്മൾ തിരിച്ച് നാട്ടിൽ പോയാൽ ഇപ്പൊ നിൽക്കുന്ന ഈ സാഹചര്യം അനുസരിച്ച് മൊയ്തീൻകുട്ടി മാസ്റ്റർ ഇല്ലാതെ നമ്മൾ പോയാൽ മൊയ്തീൻകുട്ടി മാസ്റ്റർ ആരെങ്കിലും വകവരുത്തി നമ്മൾ രണ്ടുപേരും കൂടെ കൊന്നു, ഡൽഹിയിൽ വെച്ച് കൊന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് മറുപടി പറയാൻ സാധിച്ചു? സത്യമായിരുന്നു, നമുക്ക് എന്ത് പറയാൻ സാധിക്കും? അദ്ദേഹത്തെ പറ്റി യാതൊരു വിവരവും ഇല്ല. സ്റ്റേഷൻ ട്രെയിൻ സൂപ്രണ്ട് അടുത്തടുത്ത സ്റ്റേഷനുകളിൽ വിവരം കൊടുത്തു. ആ സ്റ്റേഷനുകളിലൊക്കെ ഹിന്ദിയിലും മറ്റും അനൗൺസ് ചെയ്തു. പക്ഷേ ഒരു സ്ഥലത്തു നിന്ന് യാതൊരു വിവരവും. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റേഷൻ സൂപ്രണ്ട് ട്രെയിൻ സൂപ്രണ്ടിന്റെ അടുത്ത് ഇല്ല ചോദിക്കും, പറയും യാതൊരു വിവരവും ഇല്ല, നമുക്കൊന്നും ഒരു വിവരവും ഇല്ല. 2 ദിവസം അദ്ദേഹത്തിന്റെ കൂടെ എങ്ങനെ കഴിച്ചു കൂട്ടി എന്ന് എനിക്ക് തന്നെ അറിയാം. തിരിച്ച് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ ഒരു 3 മണിക്ക് ആ ട്രെയിൻ എത്തിയപ്പോ അവിടെ ഇറങ്ങിയപ്പോ കാദിയാർ എന്നോട് പറഞ്ഞത്, നമുക്ക് നാട്ടിലേക്ക് പോകണം, നമുക്കിവിടെ നിൽക്കാം. നമ്മളിങ്ങനെ പോയാൽ അത് ശരിയാവില്ല. നമുക്കിവിടെ നിന്ന് മൊയ്തീൻകുട്ടി മാസ്റ്ററെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കിട്ടിയതിന് ശേഷം മാത്രം നമുക്ക് പോയാൽ മതി, അതുവരെ നമ്മൾ പോകേണ്ടെന്ന്. അദ്ദേഹം വളരെ വിഷമിച്ചു. എനിക്കും വലിയ വിഷമം തോന്നി. കാരണം എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഞങ്ങൾ എത്രയും അന്വേഷിച്ചിട്ട് പോലും മൊയ്തീൻകുട്ടി മാസ്റ്ററെ കുറിച്ച് യാതൊരു വിവരവും കിട്ടുന്നില്ല. അങ്ങനെ ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഏകദേശം 3/4 മണിക്കൂറായി കാണാം. അപ്പോഴുണ്ട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ മൊയ്തീൻകുട്ടി മാസ്റ്റർ ബാഗും തൂക്കി പ്രത്യക്ഷപ്പെടുന്നു. അത്ഭുതമായി പോയി ഞാൻ. ബാഗും തൂക്കി അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നു. അപ്പൊ ചോദിച്ചു, നിങ്ങൾ എവിടെയായിരുന്നു ഇപ്പൊ 2 ദിവസം? ഞങ്ങൾക്ക് യാതൊരു പിടുത്തവും ഇല്ലായിരുന്നല്ലോ, എവിടെയായിരുന്നു ചോദിച്ചപ്പോ മൊയ്തീൻകുട്ടി മാസ്റ്റർ പറഞ്ഞ മറുപടി, അദ്ദേഹം ഗോളിയോർ റെയിൽവേ സ്റ്റേഷനിൽ വെള്ളം എടുക്കാൻ വേണ്ടിയാണ് പോയത്. വെള്ളമെടുത്ത് കയറാൻ പോകുമ്പോൾ ട്രെയിൻ പുറപ്പെട്ടപ്പോ അദ്ദേഹത്തിന് കിട്ടിയ കമ്പാർട്ട്മെന്റ്, അദ്ദേഹം പെട്ടെന്ന് കയറിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവുന്ന വെള്ളം എടുക്കുന്ന ഭാഗത്ത് ഉണ്ടായിരുന്ന ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ തന്നെ കയറി. ആ കമ്പാർട്ട്മെന്റ് മിലിറ്ററിയുടെ കമ്പാർട്ട്മെന്റ് ആയിരുന്നു, സൈനികർക്കുള്ള കമ്പാർട്ട്മെന്റ് ആയിരുന്നു. അതിൽ കയറിയപ്പോ സൈനികർ പറഞ്ഞു, അവിടെ വാതിലിനടുത്ത് മുഴുവൻ പെട്ടികളാണ്. സൈനികരുടെ പെട്ടി നമുക്ക് കണ്ടറിയാം, ആ പെട്ടികളാണ്. ആ പെട്ടി കടന്നു പോയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ വാതിലിനടുത്ത് ഇരിക്കണ്ട, പെട്ടി കടന്നിട്ട് അകത്തേക്ക് പോയിരുന്നുള്ളൂ, അവിടെ കുറച്ച് അകത്ത് സൗകര്യം ഉണ്ട്, അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഈ സൈനികർ നല്ല സൈനികരാണ്, മലയാളികൾ. അദ്ദേഹം അവിടെ പോയി. ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തുമ്പോൾ തിരിച്ച് ഈ പെട്ടി ചാടിക്കടന്ന് വേണം പുറത്തേക്ക് വരാൻ. പെട്ടി ചാടിക്കടക്കുമ്പോഴേക്കും ട്രെയിൻ യാത്രയാവും. അങ്ങനെ അവസാനം ഈ കമ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ അതിനകത്ത് 2 ദിവസം അദ്ദേഹം കഴിച്ചുകൂട്ടി. അദ്ദേഹം തിരിച്ചെത്തിയപ്പോഴാണ് ഹാജിയാരുടെ മുഖത്ത് എന്നും നമ്മൾ കാണുന്ന ആ സന്തോഷം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരു സംഭവം അദ്ദേഹം പറഞ്ഞെന്ന് എനിക്കറിയാം. അത്രയ്ക്കും സ്നേഹമായിരുന്നു. ഞങ്ങൾ ചെന്നൈ പോയിട്ട് അവിടെ നിന്നാണ് ഡൽഹിക്ക് പോയത്. അത്രയ്ക്കും സ്നേഹമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നോട് മാത്രമല്ല, ഒരുപാട് ആളുകൾ. എന്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തെ നമുക്കറിയാം, റസൂലിന്റെ ചരിത്രം പറയുമ്പോൾ പറയാറുണ്ട്, റസൂലിനെ എന്നും ചീത്ത വിളിക്കുന്ന ഒരു പെൺകുട്ടി, എന്നും ചീത്ത പറയുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയെ കാണാതായപ്പോ റസൂല് ചോദിച്ചു, ആ കുട്ടി എവിടെ, ആ പെൺകുട്ടി എവിടെ എന്ന് ചോദിച്ചപ്പോ ആ പെൺകുട്ടി പനി പിടിച്ച് കിടക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ പോയി റസൂൽ സന്ദർശിച്ചൊരു കഥ നമുക്കറിയാം. നമ്മളാണെങ്കിൽ ആരായാലും തിരിഞ്ഞു നോക്കില്ല. പക്ഷേ അബ്ദുള്ള കുട്ടി ഹാജി ആണെങ്കിൽ ആദ്യം ചെയ്യുന്ന പ്രവൃത്തി അതുപോലുള്ളതായി. അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരിക്കൽ ഒരു വൃദ്ധ, അവര് ചുമടെടുക്കാൻ വല്ലാതെ പ്രയാസപ്പെടുന്നു. ആ ചുമട് കൊണ്ടുപോകാൻ വയ്യ. ആ ചുമട് കൊണ്ടുപോകാൻ വയ്യാതായപ്പോ റസൂല് വന്ന് ആ ചുമട് എടുത്ത് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയപ്പോ റസൂലിനോട് ആ വൃദ്ധ പറഞ്ഞത്,
മോനെ, ഒരു കാര്യം എന്റെ മോനോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ ഒരു പുതിയ മതവുമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ മതത്തില് മോൻ പോയി പെട്ടു പോകരുത് എന്ന് നബിയോട് ഈ വൃദ്ധ പറഞ്ഞ ചരിത്രവും നമുക്കറിയാം. അതുപോലെ എതിരാളികളെ പോലും സ്നേഹിച്ച് ഇസ്ലാമിനെ അല്ലെങ്കിൽ ഖുർആൻ ജീവിതമാക്കി മാറ്റിയ ഒരാളായിരുന്നു ഖാലിദ്. ഞാൻ എന്റെ സുഹൃത്തിന്റെ കഥയെ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ആ സുഹൃത്ത്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് എന്റെ അടുത്തൊരു സുഹൃത്ത്. അദ്ദേഹം എന്നും എല്ലാ സമയത്തും എന്നോട് ഖാദിയാരെ വിമർശിച്ചുകൊണ്ട് എപ്പോഴും സംസാരിക്കാറുണ്ട്. ഏത് സമയത്ത് ഖാദിയാർ അതാണ് ചെയ്തത് ശരിയല്ല എന്നൊക്കെ, അന്ന് ഇപ്പോഴല്ല ആ കാലം. ഒരു ദിവസം ഇദ്ദേഹം നമ്പർ ആ പ്ലേറ്റ് കംപ്ലീറ്റ് മാറ്റി തിരിച്ചു പറയും, ഖാദിയാർ നല്ലതാണ്, ഖാദിയാർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ചോദിച്ചു, നിനക്കെന്താ വല്ല വഹി ഇറങ്ങിയ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം വരാൻ എന്താ കാരണം? അപ്പൊ അവൻ പറഞ്ഞത്, ഞാൻ എന്റെ വീട്ടിൽ വേലി കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഖാദിയാർ അതുവഴി വന്നു. അത് എന്തോ ധൃതിയിൽ പോവുകയാണ്. പക്ഷെ അവിടെ നിന്നിട്ട് വേലി കെട്ടാനുള്ള മുള്ള് എനിക്ക് അരമണിക്കൂറോളം നേരം ഖാദിയാർ എടുത്തു എന്നാ പറഞ്ഞു. ആ മുള്ളെടുത്ത് കൊടുക്കുന്ന, വേലി കെട്ടാനുള്ള മുള്ളെടുത്ത് കൊടുത്തു. നമ്മളൊക്കെ ചെയ്യാൻ മടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുമായിരുന്നു. എനിക്ക് തന്നെ പല പ്രയാസങ്ങളും ആ സമയങ്ങളിൽ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. വീട്ടിൽ വരാറുണ്ട്, കോഴിക്കോട് വരാറുണ്ട്, അവിടെ താമസിക്കാറുണ്ട്. അവിടെ വന്നാൽ തന്നെ ഒരുപാട് സമയം സംസാരിച്ചിട്ടാണ് പോരാറുള്ളത്. പക്ഷേ 2 വർഷം മുമ്പ് രാത്രി ഇതുപോലെ ഒരു 11-11:30 മണിയായപ്പോ എന്റെ ഫോൺ റിങ് ചെയ്തു. പലപ്പോഴും ഞാൻ എന്റെ ഫോണ് ഈ രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ 6:45 പ്രാദേശിക വാർത്തയ്ക്ക് പോകുമ്പോൾ 3-3:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ളത് കൊണ്ട് ഇത് ഓഫാക്കി വെക്കാറാണ് ചെയ്യാറുള്ളത്. പക്ഷെ അന്ന് എന്തുകൊണ്ടോ ഓഫാക്കി വെച്ചില്ല. ഇവിടെ നിന്ന് തുരിതര ഫോൺ വന്നപ്പോ പറഞ്ഞത് നമ്മുടെ ഖാദിയാർ യാത്രയായി എന്നുള്ള. അതേ പോലെ തന്നെ കുഞ്ഞാപ്പാക്ക മരിച്ചപ്പോഴും ഇതുപോലെ ഒരു ഫോൺ കോൾ വന്നു. അപ്പൊ ഞാൻ ആലോചിച്ചത്, പ്രാദേശിക വാർത്തകളിൽ കൊടുക്കാനുള്ള പലരുടെയും മരണങ്ങൾ എന്നെ പലപ്പോഴും വിളിച്ച് പറഞ്ഞിട്ടുള്ളത് ഖാദിയാരാണ്. മോനെ, ഇന്നതാണ് സംഭവം, കൊടുക്കണം, ഇന്നടത്ത് ഇന്നയാൾ മരിച്ചിട്ടുണ്ട്, അതൊന്ന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ കൊടുക്കാറുള്ളതാണ്. പക്ഷേ അത് പറയാൻ ആളില്ലാതെ ഖാദിയാർ യാത്രയായ ഒരു വാർത്തയാണ് അന്ന് കേൾക്കേണ്ടി വന്നത്. പിറ്റേ ദിവസം രാവിലെ അത് കൊടുത്തു. ഇവിടെ വന്ന് നോക്കിയപ്പോ ഒരു മഹാസമുദ്രം, ജനമഹാസമുദ്രം, അത് ഖാദിയാർക്കുള്ളൊരു അംഗീകാരമായി. നമുക്കൊക്കെ ആ മയ്യത്ത് കാണാൻ വളരെയധികം പ്രയാസപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു സത്യം. കൂടുതൽ സംസാരിക്കുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഈ സമയവും